ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ ബ്ലോക്ക് 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 2 2 യൂണിറ്റാണ് വരുന്നത്. ഒന്നിൽ കവികളെ പറ്റിയിട്ടും രണ്ടാമത്തതിൽ എപ്പോഴാണ് ഇന്ത്യ സന്ദർശിച്ചത്, ഏത് ഭരണകാലത്താണ് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, വിച്ച് ട്രാവലർ ഇസ് നോൺ ഫോർ റൈറ്റിംഗ് അബൌട്ട് ഇന്ത്യ ഇൻ ദി 14th century? 14th സെഞ്ച്വറിയിൽ ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ട് അറിയപ്പെട്ടിട്ടുള്ള സഞ്ചാരി ട്രാവലർ ആരാണ്? ഇബ്നു ബട്ടൂട്ട. നെയിം പഠിച്ചു വയ്ക്കുക, നെയിം ഒരു നോട്ട് ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ഒരു നോട്ടിൽ നിങ്ങൾ എഴുതി പോവാ കേട്ടോ. നെയിംസ് അല്ലാതെ ഈ ബ്ലോക്കിൽ അത്രയധികം നെയിംസ് പഠിക്കാനുണ്ട്, ഇയർ പഠിക്കാനുണ്ട്, എപ്പോഴാണ് ഏത് ഭരണകാലത്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. സോ അത് എഴുതി തന്നെ പോകാൻ നോക്കാം കേട്ടോ. ദെൻ വിച്ച് ഇസ് ദി ഫസ്റ്റ് മലയാളം ട്രാവലോഗ്? ആദ്യത്തെ മലയാളം യാത്രാ വിവരണം ഏതാണ്? വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം. ദെൻ തേർഡ് വൺ, വാട്ട് ഇസ് ദി മെയിൻ ബെനിഫിറ്റ് ഓഫ് ട്രാവലോഗ് ഫോർ ഹിസ്റ്റോറിയൻസ്? ഹിസ്റ്റോറിയൻസിന് ഈ യാത്രാ വിവരണം കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ദേ ഓഫർ എ ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് ഓഫ് ഡെയിലി ലൈഫ് ആൻഡ് സോഷ്യൽ പ്രാക്ടീസസ്. സോഷ്യൽ പ്രാക്ടീസസ് എന്താണ്? സാമൂഹികമായിട്ടുള്ള ആചാരങ്ങൾ, അതേപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നേരിട്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓഫർ ആര് നൽകുകയാണ്? ഹിസ്റ്റോറിയൻസിന് ട്രാവലോഗിലൂടെ, യാത്രാ വിവരണങ്ങളിലൂടെ ഒരു നേട്ടമായിട്ട് കിട്ടാണ്. ദെൻ ഫോർത്ത് വൺ, വിച്ച് വാസ് ദി ഫസ്റ്റ് പ്രിന്റഡ് ട്രാവലോഗ് ബുക്ക് ഇൻ മലയാളം? മലയാളത്തിലുള്ള ഫസ്റ്റ് പ്രിന്റഡ് ആയിട്ടുള്ള യാത്രാ വിവരണം ഏതാണ്? ഫസ്റ്റ് യാത്രാ വിവരണം ഏതാണ് മലയാളത്തിലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർത്തമാന പുസ്തകമാണ്. ആൻഡ് പ്രിന്റഡ് ആയിട്ടുള്ള ട്രാവലോഗ്, പ്രിന്റഡ് ആയിട്ടുള്ള യാത്രാ വിവരണം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഊർസ്ലേം യാത്രാ വിവരണം. ഇനി ഹു റോട്ട് ഇൻഡിക്ക? ഇൻഡിക്ക രചിച്ചത് ആരാണ്? മെഗാസ്തീൻസ്. സിക്സ്ത് വൺ, നെയിം 2 ഫേമസ് ട്രാവൽ റൈറ്റേഴ്സ് ഇൻ മലയാളം. ഇത് നമുക്ക് ബുക്ക് വായിച്ചില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും അറിയുന്ന കാര്യമാണ് അല്ലേ? ആരൊക്കെയാണ്? എസ്.കെ. പൊറ്റക്കാട് ആൻഡ് എം.ടി. വാസുദേവൻ നായർ. ഹു റോട്ട് തഹ്ക്കിഖ് ഐ-ഹിന്ദ്? ആരാണ് രചിച്ചത്? തഹ്ക്കിഖ് ഐ-ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകം ആരാണ് രചിച്ചത്? അൽ-ബിറൂണിയാണ് രചിച്ചത്. ദെൻ അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. തഹ്ക്കിഖ് ഐ-ഹിന്ദ് എഴുതിയിട്ട് നേരെ ഒരു ഹൈഫൺ ഇട്ടിട്ട് അൽ-ബിറൂണി അത് എഴുതി വെക്കുക. എക്സാമിന് മുന്നേ അതിങ്ങനെ കുറേ വട്ടം റിപ്പീറ്റ് ചെയ്ത് വായിച്ച് മനസ്സിൽ കയറ്റാൻ നോക്കാം കേട്ടോ. ദെൻ എയ്ത്ത് വൺ, ഹു ഈസ് ദി ഓതർ ഓഫ് വർക്ക് ലണ്ടൻ ആൻഡ് പാരീസ്? ലണ്ടൻ ആൻഡ് പാരീസ് എന്ന വർക്കിൻ്റെ ഓതർ ആരാണ്? രചയിതാവ് ആരാണ്? ജി.പി. പിള്ളൈ. Then ninth one, which empire's irrigation projects were described by Domingo Pace and Nunes? Domingo Pace and Nunes വിവരിച്ചിട്ടുള്ള ഏത് എംപയറിൻ്റെ ഇറിഗേഷൻ പ്രോജക്ട്സ്? ഇറിഗേഷൻ എന്താണ്? ജലസേചന പദ്ധതി. ഏത് എംപയറിൻ്റെ ഇറിഗേഷൻ പ്രോജക്ട്സ് ആണ്, ഏത് എംപയറിൻ്റെ ജലസേചന പദ്ധതിയാണ് ഡൊമിംഗോ പേസ് ആൻഡ് ന്യൂനിസ് വിവരിച്ചിട്ടുള്ളത്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? ഏത് എംപയറിൻ്റെ ആണ്? വിജയനഗര എംപയർ. ദെൻ 10th one, who authored the കാശിയാത്ര റിപ്പോർട്ട് ആരാണ് രചിച്ചിട്ടുള്ളത്? കടയാട്ട് ഗോവിന്ദമേനോൻ. ദെൻ 11th one, whose court did Megasthenes visit? ചന്ദ്രഗുപ്ത മൗര്യ. ആരുടെ കൊട്ടാരമാണ് മെഗാസ്തീൻ സന്ദർശിച്ചിട്ടുള്ളത്? ചന്ദ്രഗുപ്ത മൗര്യ. ദെൻ 12th one, who came to India as an ambassador of the Greek ruler Seleucus I Nicator? സെല്യൂക്കസ് ഒന്നാമൻ്റെ അംബാസഡറായിട്ട് ഇന്ത്യയിൽ അതായത് സെല്യൂക്കസ് I നിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് റൂളറാണ്. അവരുടെ അംബാസഡറായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് ആരാണ്? മെഗാസ്തീൻസ് ആണ്. അപ്പോൾ മെഗാസ്തീൻസിനെ പറ്റിയിട്ട് കുറേ സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പോകണം കേട്ടോ. ദെൻ 13th one, what was the name of Megasthenes' work? കണ്ടോ, മെഗാസ്തീൻസിൻ്റെ വർക്കിൻ്റെ എന്താണ്? ഇൻഡിക്ക. ദെൻ 14th one, name the work of ഫാഹീൻ. ബുദ്ധിസ്റ്റ് കിങ്ഡംസിൻ്റെ റെക്കോർഡായിട്ടുള്ള ഫൊക്കോക്കി എന്ന വർക്കാണ് ആരുടേത്? ഫാഹീൻ. ഇനി നെക്സ്റ്റ് 15th one, when did ഹ്യൂൻസാങ് വിസിറ്റ് ഇന്ത്യ? ഇന്ത്യ വിസിറ്റ് ചെയ്തതും അതേപോലെ തന്നെ കനൗജ് വിസിറ്റ് ചെയ്ത ഡേറ്റും പഠിക്കാനുണ്ട്. ഡേറ്റ് അല്ല, ഇയർ പഠിക്കാനുണ്ട്. കനൗജ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു സിറ്റിയാണ്. അവിടെ വിസിറ്റ് ചെയ്തത് ഏത് ഇയറിലാണെന്നും ഇന്ത്യ വിസിറ്റ് ചെയ്തത് ആര്? ഹ്യൂൻസാങ് ഇന്ത്യ വിസിറ്റ് ചെയ്തത് ഏത് ഇയറിലാണ്? 629 CE. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 9 വർഷം കഴിഞ്ഞപ്പോഴാണ് 638 എവിടെ? 38 CE കനൗജ് വിസിറ്റ് ചെയ്തത്. അത് രണ്ടും അങ്ങനെ പഠിച്ചു വെക്കുക. ദെൻ വാട്ട് വാസ് ദി നെറേറ്റീവ് ഓഫ് ഹ്യൂൻസാങ്ങിൻ്റെ നെറേറ്റീവ് എന്താണ്? ദി ഗ്രേറ്റ് ടാങ് ഡൈനാസ്റ്റി റെക്കോർഡ് ഓഫ് ദി വെസ്റ്റേൺ റീജിയൻ. ദി ഗ്രേറ്റ്, അതങ്ങനെ പറഞ്ഞ് തന്നെ പഠിക്കുക. 2-3 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആ പേര് തലേ കയറുന്നതായിരിക്കും. ദി ഗ്രേറ്റ് ടാങ് ഡൈനാസ്റ്റി റെക്കോർഡ് ഓഫ് ദി വെസ്റ്റേൺ റീജിയൻസിനെ കുറിച്ചിട്ടുള്ള ദി ഗ്രേറ്റ് ടാങ് ഡൈനാസ്റ്റി റെക്കോർഡ്, രാജവംശ രേഖ, അത് ആരാണ് നെറേറ്റ് ചെയ്തിട്ടുള്ളത്? ഹ്യൂൻസാങ് ആണ്. ദെൻ വെൻ ഡിഡ് ഹ്യൂൻസാങ് വിസിറ്റ് കനൗജ്? നമ്മൾ പറഞ്ഞതാണല്ലേ, 638 CE. ദെൻ
18th one, who was ruling Connaught when Hyeonsang visited the place? അതായത് ഹ്യൂൻസാങ് ആ പ്ലേസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കനൗട്ട് ആരാണ് ഭരിച്ചിരുന്നത്? ആരാണ്? ഹർഷ. The 19th one, who opined that Megasthene's understanding of the Seleucid Empire in West Asia influenced his perceptions of the subcontinent on several occasions. അതായത് സെലൂക്കിഡ് എംപയർ ഭരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് മെഗാസ്തീൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? പല ഒക്കേഷൻസിലും അത് അപ്ലൈ ചെയ്യാനായിട്ട്, അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് എന്ന് ആരാണ് അഭിപ്രായപ്പെടുന്നത്? ആരാണ്? റോമില താപ്പാർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒരു 2-3 വട്ടം വായിച്ചാൽ അത് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. ദെൻ 20th one, when did Ibn Battuta visit India? 1333 CE. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. 1333 CE. ദെൻ 21, who was ruling India when Battuta visited India? ബട്ടൂട്ട ഇന്ത്യ വിസിറ്റ് ചെയ്ത സമയത്ത് ആരാണ് ഇന്ത്യ ഭരിക്കുന്നുണ്ടായിരുന്നത്? ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ദെൻ 22, നെയിം ദി വർക്ക് ഓഫ് ഇബ്ൻ ബട്ടൂട്ട. ഇബ്ൻ ബട്ടൂട്ടേൻ്റെ വർക്ക് ഏതാണ്? കിതാബുൽ റഹ്ല. ദെൻ 23, who was hired to write കിതാബുൽ റഹ്ല. കിതാബുൽ റഹ്ല എഴുതാനായിട്ട് ആരെയാണ് നിയോഗിച്ചത്? ആരെയാണ്? ഇബ്നു ജുസൈ. കണ്ടോ, ഇതാണ് ഞാൻ ഓരോ വർക്കും അതിന് ഹൈഫൺ ഇട്ടിട്ട് വെക്കാൻ പറഞ്ഞത്. അതേപോലെ തന്നെ എപ്പോഴാണ്, ഏത് രാജ്യത്ത്, ആര് രാജ്യം ഭരിക്കുമ്പോഴാണ് വന്നത്, ആരാണ് വന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി പോവാട്ടോ. ദെൻ when did മാർക്കോ പോളോ എംബാർക്ക് ഓൺ ഹിസ് ജേർണി? മാർക്കോ പോളോ തൻ്റെ യാത്ര ആരംഭിച്ചത് ഏത് ഇയറിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1271 to 1295. ദെൻ വാട്ട് വാസ് ദി ടൈറ്റിൽ ഓഫ് മാർക്കോ പോളോസ് വർക്ക്? മാർക്കോ പോളോ എപ്പോഴാണ് യാത്ര ആരംഭിച്ചത് എന്നുള്ളത് ക്വസ്റ്റ്യൻ വന്നു. അതേപോലെ തന്നെ മാർക്കോ പോളോൻ്റെ വർക്ക് ഏതാണ്? ആ വർക്കിൻ്റെ ടൈറ്റിൽ ഏതാണ്? എൽ മില്യൺ ട്രാൻസ്ലേറ്റഡ് ആസ് ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ. അപ്പോൾ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് അവിടെ മാർക്ക് വീഴും. എന്താണ് കറക്റ്റുള്ള വർക്ക്? എന്താണ് ടൈറ്റിൽ? എന്താണ്? എൽ മില്യൺ എന്നാണ്. ട്രാൻസ്ലേറ്റഡ് ആസ് Travels of Marco Polo. Then 26, which city is known as the Diamonds of Golconda? Diamonds of Golconda എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? മസുലിപട്നം. Then 27, ഹൂ വാസ് അമീർ ഖുസ്രാവോസ് ടീച്ചർ? അമീർ ഖുസ്രാവോ എന്ന് പറയുന്നത് കുറേ പ്രാവശ്യം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ആളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു ഹെഡ്ലൈൻ കൊടുത്തോളൂ. അമീർ ഖുസ്രാവോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്ലൈൻ കൊടുത്തോളൂ. അതിൻ്റെ താഴെ എന്തൊക്കെ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് പോയിൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ആരാണ് അമീർ ഖുസ്രാവുവിൻ്റെ ടീച്ചർ? ആരാണ്? നിസാമുദ്ദീൻ ഔലിയ. ദെൻ 28, ഹൂ ഇസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ഉറുദു ലിറ്ററേച്ചർ? ഉറുദു ലിറ്ററേച്ചറിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? അമീർ ഖുസ്രാവോ. ഹൂ ഇസ് നോൺ ആസ് ട്യൂട്ടി ഇ ഹിന്ദ്? ട്യൂട്ടി ഇ ഹിന്ദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരറ്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ അത്രയും സിംഗിങ്ങിൻ്റെ കഴിവിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്യൂട്ടി ഇ ഹിന്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാരാണ്? അമീർ ഖുസ്രാവോ. സോ ഹെഡിങ് എഴുതിയതിനുള്ള കാര്യം ഉണ്ടായില്ലേ? 3 പോയിന്റ്സ് ഇപ്പം തന്നെ കിട്ടി അല്ലേ? Then 30, വാട്ട് ആർ ദി വർക്ക്സ് ഓഫ് അമീർ ഖുസ്രാവോ? അമീർ ഖുസ്രാവിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണ്? കംസ, ഖസൈൻ അൽ ഫുതു, താരിഖ് ഇ അലെ, നോ സെപ്പീർ ആൻഡ് തുഗ്ലക് നാമ. തുഗ്ലക് നാമ ആയിരിക്കും ഇതിൽ സിമ്പിൾ ആയിട്ടുള്ളത്. ഏതെങ്കിലും 2 എണ്ണെങ്കിലും പഠിച്ചു വെക്കാനായിട്ട് നോക്കാം കേട്ടോ. വർക്ക്സ് ഉള്ളത്. ഹു ഇൻവെൻറ്റഡ് തബ്ല? തബ്ല ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? അതും ആരാണ്? അമീർ ഖുസ്രാവോ. Then 32, who was instrumental in founding the French East India Company? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് ആരാണ്? ജീൻ ബാപ്റ്റൈസ് കോൾബർട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് എഴുതിയിട്ട് അതിൻ്റെ നേരെ ഹൈഫൺ ഇട്ടിട്ട് എന്തെഴുതാ? ജീൻ ബാപ്റ്റൈസ് കോൾബർട്ട് എന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ദെൻ 33, ഹൂസ് റീൻ ഡിഡ് ടാവർണിയർ വിസിറ്റ് ഇന്ത്യ? ആരുടെ ഭരണകാലത്താണ് ടാവർണിയർ ഇന്ത്യ വിസിറ്റ് ചെയ്തത്? ആരുടെ ഭരണകാലത്താണ്? ഷാജഹാൻ. വാട്ട് വാസ് ദി നെറേറ്റീവ് ഓഫ് ടാവർണിയർ കോൾഡ്? സിമ്പിളായിട്ട് എന്ത് എഴുതിയാൽ മതി അതിൻ്റെ ആൻസർ ആയിട്ട്? 6 voyages. അതെങ്കിലും മറക്കാതെ പഠിച്ചു വെക്കുക. ദി 6 voyages. നെറേറ്റീവ് ഓഫ് ടാവർണിയർ കോൾഡ് ദി 6 voyages. ഇനി ഈ 6 voyages എപ്പോഴാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? വെൻ ഡിഡ് ടാവർണിയർ പബ്ലിഷ് ദി 6 voyages? എപ്പോഴാണ്? 1676. 1676 കേട്ടോ. ദെൻ 36,
ഫോർ ഹൂം ഡിഡ് ബെർണിയർ വർക്ക് ആസ് എ ഫിസിഷ്യൻ? അതായത് ഒരു വൈദികനായിട്ട് ബെർണിയർ വർക്ക് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദാരാ ഷിക്കോ. അപ്പോൾ ബെർണിയർ ഫിസിഷ്യൻ എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ ഹൈഫണായിട്ട് നേരെ ആരുടെ പേര് എഴുതി വെക്കുക? ദാരാ ഷിക്കോ. വാട്ട് വാസ് ദി വർക്ക് ഓഫ് ഫ്രാൻസോയിസ് ബെർണിയർ? നേരത്തെ പറഞ്ഞ അതേ ആളാണ്. ബെർണിയർ ഫിസിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദാരാ ഷിക്കോ. ആൻഡ് ബെർണിയറിൻ്റെ വർക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ട്രാവൽസ് ഇൻ മുഗൾ എംപയർ. ഇനി ഹൂ പബ്ലിഷ്ഡ് ദി ട്രാവലോഗ്സ് ഓഫ് പീറ്റർ മുണ്ടേ? പീറ്റർ മുണ്ടേൻ്റെ ട്രാവലോഗ്സ് യാത്രാ വിവരണങ്ങൾ പബ്ലിഷ് ചെയ്തത് ആരാണ്? ആർ.സി. ടെമ്പിൾ ആൻഡ് എൽ.എം. ആൻസ്റ്റേ. ആർ.സി. ടെമ്പിൾ ആൻഡ് എൽ.എം. ആൻസ്റ്റേ. അതിന് ഹൈഫോൺ ഇട്ടിട്ട് എഴുതി വയ്ക്കുക. എന്താണ്? ട്രാവലോഗ്സ് ഓഫ് പീറ്റർ മുണ്ടേ പബ്ലിഷ്ഡ് എന്ന് ബ്രാക്കറ്റിൽ എഴുതി വയ്ക്കുക കേട്ടോ. Then 39, what was the title of Travels of Peter Munde? ടൈറ്റിൽ ഏതാണ്? പീറ്റർ മുണ്ടേൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്തത് ആരാണെന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ആ ട്രാവലോഗ്സിൻ്റെ ടൈറ്റിൽ എന്താണ്? യാത്രാ വിവരണത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? ദി ട്രാവൽസ് ഓഫ് പീറ്റർ മുണ്ടേ ഇൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. പീറ്റർ മുണ്ടേൻ്റെ ട്രാവൽസ് ആണ്, ട്രാവലോഗ്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. ദെൻ എവിടെയാണെന്ന് പഠിക്കണം? യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഇയറും പറ്റുകയാണെങ്കിൽ പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ 40, when did Hawkins arrive at സൂററ്റ് ആസ് അംബാസഡർ ടു ദി കിങ് ഓഫ് ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ അംബാസഡർ ആയിട്ട് സൂററ്റിൽ എപ്പോഴാണ് ഹോക്കിൻസ് എത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? ഓഗസ്റ്റ് 1608. ഓഗസ്റ്റ് 1608 ഹോക്കിൻസ് ഇംഗ്ലണ്ട് രാജാവിൻ്റെ അംബാസഡർ ആയിട്ട് സൂററ്റിൽ എത്തുന്നത്. ദെൻ 41, ഹൂ കോൾഡ് ഹോക്കിൻസ് ഇംഗ്ലീഷ് ഖാൻ? ആരാണ് ഹോക്കിൻസിനെ ഇംഗ്ലീഷ് ഖാൻ എന്ന് വിളിച്ചത്? ആരാണ്? ജഹാംഗീർ. Then 42, where did the English open their factory after obtaining the Fairman? Fairman എന്ന് പറയുന്നത് എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു അനുമതി കിട്ടുക അല്ലെങ്കിൽ പെർമിഷൻ കിട്ടുക, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ വരുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ടേം ആണ് ശരിക്കും ഫെയർമാൻ. അങ്ങനെ ഫെയർമാൻ കിട്ടിയതിന് ശേഷം ഇംഗ്ലീഷുകാർ എവിടെയാണ് ഫാക്ടറി ആരംഭിച്ചത്? എവിടെയാണ്? സൂററ്റിലാണ്. Then 43, what was the title of ടെറീസ് വർക്ക്? ടെറീസ് വർക്കിൻ്റെ ടൈറ്റിൽ എന്താണ്? കുറേ വർക്കിൻ്റെ ടൈറ്റിൽ പഠിക്കാനുണ്ട്, അതാണ് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. നോട്ട് ചെയ്ത് വെച്ചവർക്ക് അത് സിമ്പിൾ ആയിരിക്കും കേട്ടോ. ദെൻ ടെറീസ് വർക്കിൻ്റെ ടൈറ്റിൽ എന്താണ്? എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ. Then 44, what was the common language used in India that ടെറി മെൻഷൻഡ്? ടെറി സൂചിപ്പിക്കുന്നത് ഏത് ഭാഷയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോമൺ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്തിരുന്നതെന്നാണ് ടെറി പറയുന്നത്. ഏതാണ്? ഹിന്ദുസ്ഥാനി. ദെൻ 45, വാട്ട് വാസ് ദി നെയിം ഓഫ് കറൻസി യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന കറൻസി ഏതാണ്? റൂപ്പീസ് ആണ്. അതേപോലെ തന്നെ യൂസ് ചെയ്തിരുന്ന കോമൺ ലാംഗ്വേജ് എന്ന് ടെറി പറയുന്നത് ഏതാണ്? ഹിന്ദുസ്ഥാനിയാണ്. അത് രണ്ടും നോട്ട് ചെയ്ത് വയ്ക്കുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 2 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ബ്ലോക്ക് 3 നമ്മൾ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്